എല്ലാവർക്കും അറിയാം, എന്റെ ടീമിലേക്ക് വന്നിരിക്കുന്ന ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും പലരും എന്റെ ചേഞ്ചസ്, അതായത് സപ്ലിമെന്റ് യൂസ് ചെയ്തിട്ട് എന്റെ ചേഞ്ചസ് കണ്ടിട്ടാണ് പലരും എന്റെ ടീമിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ നിൽക്കുമ്പോഴേ എന്റെ 2 ഡൗൺലൈൻസും എന്നെ വിട്ടുപോയി, എന്റെ അപ്ലൈൻസും എന്നെ വിട്ടുപോയി. ആ സമയത്താണ് ഞാൻ ഇവിടെ FRUല് വരുന്നത്. അപ്പോ അതൊന്നും നിലവില് പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്ന ടീംസിനെ ഒന്നും അറിയിക്കാതെ ഞാൻ ഓൺലൈൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. ആ ടൈമിൽ ഇവിടെ വന്ന് ഞാൻ സാറിനെ കണ്ടു. ഇവിടെ വരാനുള്ള കാരണം FRUല് വന്ന് ഞങ്ങളുടെ മറ്റൊരു ടീം ലീഡർ ഇവിടെ അതിനു മുൻപത്തെ FRUല് വന്ന് പങ്കെടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് പിന്നത്തെ വർഷം ക്രൗൺ ഡയറക്ടറായിട്ട് സ്റ്റേജിൽ വരാൻ പറ്റി. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ എന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ആ ടൈം ഇവിടെ വന്ന് ഞാൻ സാറിനെ കണ്ടു. സാറ് എനിക്ക് അനുഗ്രഹം തന്നു. ഞാൻ തിരിച്ചു പോയി നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്ത് വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി ഞാൻ പറയുന്ന കാര്യം എന്റെ ടീമിലുള്ള ആർക്കും അറിയില്ല. എന്റെ ഫാമിലിക്കും എന്റെ ഗ്രേറ്റ് അപ്ലയൻസ് 2 പേർക്കും മാത്രം അറിയാവൂ. ജൂൺ ആയപ്പോഴ് ഞാൻ അറിയണ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. भैया वो जब पहले लास्ट टाइम टीम मेंबर्स को बस यही पता था कि इनको ये माइस्टीनिया ग्रेविस करके डिसीज है, और टीम में सब लोग ज्वाइन भी इसलिए कि क्योंकि इनके हेल्थ में जो वो चैलेंजेस आए हैं वो देख के टीम में लोगों आए हैं कि क्या आपके जो ऑलरेडी पता था कि माइस्टीनिया ग्रेविस है, तो हेल्थ चेंज देख के बाकी लोग टीम में आए थे. लेकिन किसी को टीम मेंबर्स को भी नहीं पता था, और ये रिलेटिव्स उस टाइम टीम मेंबर्स को किसी को नहीं पता. लेकिन यहाँ आके जो FRU में जो इंस्पिरेशन हुआ, SP सर का ब्लेसिंग मिला, और जो एक क्राउन डायरेक्टर केरला से थे उनको देख के पता चल गया कि नेक्स्ट टाइम मैं भी ये अचीव कर सकती हूँ. ये मोटिवेशन के साथ केरला वापस किए थे. लेकिन वहाँ जाने के बाद इनको एक टेस्ट के थ्रू पता चला कि ये कैंसर पेशेंट है. यहाँ से जाने के बाद पता चला. और ये किसी को भी नहीं पता, हस्बैंड और बच्चों को मालूम है, उसके अलावा अभी तक टीम मेंबर्स को नहीं पता है, उनके रिलेटिव्स को भी नहीं पता, किसी को नहीं पता. अभी डिक्लेयर कर रहे हैं यहाँ पे इस स्टेज में उनको ये कैंसर का प्रॉब्लम था, किसी को नहीं मालूम था. और कीमो किए थे, और कीमो करके हेयर लॉस हुआ था. മലയാളം അപ്പോ ഞാനിവിടെ വന്ന് പോയി ഈ ജൂണിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ് 6 കീമോ വേണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കൂട്ടി കൊഴിയും. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് കേരളത്തിലൊരു ക്ഷേത്രമുണ്ട് പഴനി അവിടെ പോയിട്ട് തലമുണ്ടനം ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് ഭഗവാന് നേർച്ച കൊടുത്തതാണെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിന് ഞാൻ FRUല് വരുമ്പോഴല്ല, FRUല് വരുന്നതിന് മുൻപാണ് ഈ സംഭവം. 5ാമത്തെ കീമോ കഴിഞ്ഞിട്ടാണ് ഞാൻ FRUല് വരുന്നത്. 5ാമത്തെ കീമോ കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ് ഇൻഫെക്ഷൻ ആവും, യാത്ര ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഫോട്ടോയിൽ കാണാം, ഞാൻ തൊപ്പി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വന്നു. എനിക്ക് എന്റെ മെന്റൽ പവർ ഇവിടെ വരണം, ഇത് FRU കാണണം. അപ്പോ അതിനു മുൻപ് നമുക്കൊരു മനസ്സിലൊരു വിചാരം ഉണ്ടായിട്ടുണ്ടല്ലേ, FRUല് വന്ന് പങ്കെടുത്താൽ നമ്മൾക്ക് ക്രൗൺ ആകാൻ പറ്റും എന്നുള്ളൊരിത്. അതുകൊണ്ട് ഞാനിവിടെ വന്നു, FRUല് പങ്കെടുത്ത് തിരിച്ചു പോയി. വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു. കീമോയ്ക്ക് ശേഷം 20 റേഡിയേഷൻ ഉണ്ടായിരുന്നു. റേഡിയേഷൻ കഴിഞ്ഞു. അതിനുശേഷം അപ്പോഴും ഞാൻ ടീമിന്റെ വർക്കുകളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുമായിരുന്നു. വീഡിയോ ഓൺ ആക്കില്ല. ആ സമയത്തൊന്നും വീഡിയോ ഓൺ ആക്കാതെ ഞാൻ ഓൺലൈനിൽ സൂം പ്ലാറ്റ്ഫോമില് ടീമിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തുമായിരുന്നു. പിന്നീട് നമ്മുടെ ഗ്രേറ്റ് അപ്ലയൻസ്, അന്ന് ഭരതേട്ടൻ എപ്പോഴും പറയും എനിക്ക് ബ്രദേഴ്സ് ഇല്ല, അപ്പൊ എനിക്കുള്ള 2 ബ്രദേഴ്സ് ആണ് സുധീഷ് ജി ആൻഡ് ശ്രീദാസ് ജി എന്ന് പറയും. ശരണ്യ, ശ്രീദാസ് ജി, സുധീഷ് ജി, ആരതി, ഭരതേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നെ മെന്റലി വളരെയധികം അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ പ്രോഗ്രാമുകളെല്ലാം, ഫിസിക്കൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യും, ടീമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോ ഈ സ്റ്റേജിൽ വന്ന് എന്റെ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് പോകുമ്പോൾ വലിയൊരു ആഗ്രഹം ഈ സ്റ്റേജിൽ കയറണമെന്ന്. आ और आग्रह कि 4 कीमो करना है तो हस्बैंड से कहे कि कीमो करने से पहले काम करते हैं, वो पढ़ेगी जाके मुंडन करवाएंगे, उसके बाद फोटो खींच के फेसबुक ये सब में डिक्लेयर करेंगे कि वहाँ जाके मुंडन किया, तो किसी को पता नहीं चलेगा कि
डिसीज के बाद हेयर लॉस हुआ है, तो पहले ही जाके